ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2024 ഹാഫ് ഇയർലി എക്സാം അൽ ഫിഖുൽ ഇസ്ലാം നടത്തിയതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ 1 മുതൽ 6 വരെ കോളത്ത് ശരി അടയാളപ്പെടുത്താനാണ്. നമുക്ക് ചോദ്യങ്ങൾ വായിക്കാം, അടയാളപ്പെടുത്താം. ഒന്നാമത്തെ ചോദ്യം, ജുമാ നിർബന്ധമില്ലാത്തവർ. ആർക്കാണ് ഇതിൽ ജുമാ നിർബന്ധമില്ലാത്തത്? കച്ചവടക്കാർ, ജോലിക്കാർ, ദീർഘയാത്രക്കാർ. ആരാണ്? ദീർഘയാത്രക്കാരാണ്. അവർക്ക് ജുമാ നിർബന്ധമില്ല. അടുത്തതാ, മസ്ബൂക്ക് തക്ബീർ ചൊല്ലി ഉടനെ ചൊല്ലണം. എന്താണ് മസ്ബൂക്ക് തക്ബീർ ചൊല്ലിയ ഉടനെ എന്ത് ചൊല്ലണം? ഫാത്തിഹ ചൊല്ലണം. അടുത്തതാ, കസ്റും ജംഉം പാടില്ല. എന്താണ്? അലക്ഷ്യമായ യാത്രയിലാണ്. ലക്ഷ്യമില്ലാത്ത യാത്രയിൽ കസ്റും ജംഉം പാടില്ല. ജനാസ നിസ്കാരം മസ്ജിദിൽ വെച്ചാവൽ എന്താണ്? സുന്നത്താണ്. ജനാസ നിസ്കാരം മസ്ജിദിൽ വെച്ചാവൽ സുന്നത്താണ്. അടുത്തത്, അൻസാറുകൾ മയ്യത്തിൻ്റെ അടുത്ത് വെച്ച് ഓതാറുണ്ടായിരുന്ന സൂറത്ത് ഏതായിരുന്നു? സൂറത്തുൽ ബക്കറ. അൽ ബക്കറ അവർ മയ്യത്തിൻ്റെ അടുത്ത് വെച്ച് ഓതാറുണ്ടായിരുന്നു. അടുത്തത്, സ്ത്രീ മഹ്റമില്ലാതെ യാത്ര ചെയ്യൽ. എന്താണ്? സ്ത്രീ മഹ്റമില്ലാതെ യാത്ര ചെയ്യൽ ഹറാമാണ്. ഹറാം എന്നത് ടിക്ക് ചെയ്യാം. അടുത്തത് ഇനി ചേരുംപടി ചേർക്കാനാണ്. മിൻ അദാബിൽ ജമാഅത്തിൻ്റെ അദബാണെന്ത്? ഇക്കാമത്തിന് ശേഷം എഴുന്നേൽക്കുക. ഓപ്ഷൻ ഇ. അത് അവിടെ എഴുതാം, ഇ. അടുത്തത്, മിൻ ഷുറൂത്തിൽ ജുമുഅയുടെ ഷർത്താണ് ലുഹറിൻ്റെ സമയത്താവുക. അപ്പോൾ അത് സി എഴുതാം. അടുത്തതാ, മിൻ ഷുറൂത്തിൽ ജമാഅത്തിൻ്റെത്. ഇവിടെ ജുമുഅയുടേതാണ്. ഇത് ജമാഅത്തിൻ്റെ ഷർത്താണ് എന്ത്? ഓപ്ഷൻ എ, ഇമാമും മഅ്മൂമും ഒരു സ്ഥലത്താവുക. ഓപ്ഷൻ എ, ഇമാമും മഅ്മൂമും ഒരു സ്ഥലത്താവുക. അടുത്തതാ, മിൻ ഷുറൂത്തിൽ കസ്റാക്കുന്നതിൻ്റെ ഷർത്താണ് എന്ത്? ഓപ്ഷൻ ബി. എന്താണ്? പൂർത്തിയായി നിസ്കരിക്കുന്നവനോട് തുടരാതിരിക്കുക. കസ്റാക്കുക എന്ന് പറഞ്ഞാൽ അറിയാലോ, 4 റക്അത്തുള്ളത് ചുരുക്കി നിസ്കരിക്കലാണ്. 2 റക്അത്താക്കി ചുരുക്കി നിസ്കരിക്കലാണ് കസ്റ്. അപ്പോൾ പൂർത്തിയാക്കി നിസ്കരിക്കുന്ന, അതായത് ളുഹർ 4 റക്അത്ത് നിസ്കരിക്കുന്നതിനോടൊപ്പം തുടരാതിരിക്കുക. അപ്പോൾ അതിൻ്റെ ബി എഴുതാം. കസ്റാക്കുന്നതിന് 4 ഷർത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. കസ്റാക്കുന്നതെന്ന് നിയ്യത്ത് ചെയ്യണം. നിസ്കാരം പൂർത്തിയാക്കണമെന്ന് ഇടയ്ക്ക് ഉദ്ദേശിക്കുകയോ അങ്ങനെ വേണമോ എന്ന് ശങ്കിക്കുകയോ ചെയ്യാതിരിക്കുക. നിസ്കാരം തീരുന്നത് വരെ യാത്ര മുറിയാതിരിക്കുക. ഇതൊക്കെ കസ്റാക്കുന്നതിൻ്റെ ഷർത്തുകളാണ്. അത് 4ആണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇതുപോലെ ഓപ്ഷൻ മാറി വരാം. അടുത്തത്, മിൻ ഷുറൂത്തിൽ ജംഇ തഖ്ദീം. മിൻ ഷുറൂത്തി ജംഇ തഖ്ദീം എന്താണ്? ഓപ്ഷൻ ഡി, ഒന്നാമത്തെ നിസ്കാരം സ്വഹീഹാവുക. എന്ന ഓപ്ഷൻ ഡി നമുക്കവിടെ എഴുതി കൊടുക്കാം. അവിടെ മുന്തിച്ച് ജംആക്കുന്നതിൻ്റെ ഷർത്തുകൾ ആണ് ചോദിച്ചത്. ഷർത്തുകൾ 5 പഠിച്ചിട്ടുണ്ട് മുന്തിച്ച് ജംആക്കുന്നതിൻ്റെ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. തർത്തീബായി ചെയ്യുക, തുടരെ ചെയ്യുക, 2ാമത്തെ നിസ്കാരം തുടങ്ങുന്നത് വരെ യാത്രയിലായിരിക്കുക, 1ാമത്തെ നിസ്കാരം സ്വഹിയാവണം. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഓപ്ഷൻ മാറി വരാം. 1ാമത്തെ നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് ജംഇൻ്റെ നിയ്യത്ത് കരുതുക എന്നൊക്കെ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്ത ഇനി പൂരിപ്പിക്കാനാണ്. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ. എന്താവുന്നത്? അസ്അലുല്ലാഹൽ അലീം റബ്ബ ഡാഷ് അൻ യശ്ഫിയക. എന്തായിരുന്നു? അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക. രോഗിയുടെ അടുത്ത് വെച്ച് 7 തവണ ദുആ ചെയ്യൽ സുന്നത്താണ്. അപ്പോൾ അവിടെ വെച്ച് ദുആ ചെയ്യേണ്ട എന്താണ്? അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക എന്ന്. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. അടുത്തതാ, ഖുർആൻ നിയമമനുസരിച്ച്
ഓതാൻ അറിയാത്തവൻ ഡാഷ് നിൽക്കാൻ യോഗ്യനല്ല. എന്തിനാണ്? ഇമാമത്ത് നിൽക്കാൻ യോഗ്യനല്ല. ഖുർആൻ നിയമം അനുസരിച്ച് ഓതാൻ അറിയാത്തവന് ഇമാമത്ത് നിൽക്കാൻ യോഗ്യനല്ല. അടുത്തതാ, മുബ്തദിഅ്, ഫാസിക്ക് എന്നിവരെ തുടർന്ന് നിസ്കരിക്കൽ കറാഹത്താണ്. അവരെ ഇമാമായി കരുതി നിസ്കരിക്കൽ കറാഹത്താണ്. അടുത്തതെന്താണ്? പിന്തിച്ച് ജംആക്കുന്നവൻ ഡാഷ് നിസ്കാര സമയത്ത് ജംഇനെ കരുതണം. പിന്തിച്ച് ജംആക്കുന്നവൻ ഒന്നാമത്തെ നിസ്കാര സമയത്ത് ജംഇനെ കരുതണം. അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു ഡാഷ്. എന്തായിരുന്നു? അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു വഗ്ഫിർ ലനാ വലഹു. മയ്യിത്ത് നിസ്കാരത്തിൽ 4-ാം തക്ബീറിന് ശേഷം ചൊല്ലുന്ന ദുആ ആണ്. 4-ാം തക്ബീറിന് ശേഷം അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു വഗ്ഫിർ ലനാ വലഹു എന്ന ദിക്ർ. അപ്പോൾ മയ്യിത്ത് നിസ്കാരത്തിന് 4 തക്ബീറുകളാണ്. 1-ാം തക്ബീറിൽ ഫാത്തിഹ ഓതുക, 2-ാം തക്ബീറിന് ശേഷം സ്വലാത്ത് ചൊല്ലുക, 3-ാം തക്ബീറിന് ശേഷം മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്യുക, 4-ാം തക്ബീറിന് ശേഷം സലാം ചൊല്ലുക. അപ്പോൾ 3-ാം തക്ബീറിന് ചൊല്ലേണ്ടതാണ് നമ്മളിവിടെ പറഞ്ഞത്. മനസ്സിലാക്കാം. അടുത്തതാ, ജമാഅത്തിന് സഫുകൾക്കിടയിൽ ഡാഷ് മുഴത്തിലധികം അകലമുണ്ടാവൽ കറാഹത്താണ്. 3 മുഴത്തിലധികം അകലം, 3 മുഴം ഉണ്ടാവാം. 3 മുഴത്തിലധികം ഉണ്ടാവൽ കറാഹത്താണ്, സഫുകൾക്കിടയിലാണ്. മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഇട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതൊക്കെ മനസ്സിലാക്കുക. ഇതേപോലെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ പാഠഭാഗത്തു നിന്ന് നമ്മൾ റിവിഷനായിട്ടൊക്കെ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് എന്താണ്? ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. നിസ്കാരം ജംഉം കസ്റും അനുവദനീയമാവാനുള്ള കുറഞ്ഞ ദൂരം എത്ര കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോഴാണ്? 132 കിലോമീറ്റർ യാത്ര ചെയ്യുന്നവരാണ് ജംഉം കസ്റും അനുവദനീയമാവുന്നത്. മനസ്സിലാക്കുക. അടുത്തത്, മയ്യിത്ത് കഫൻ ചെയ്യുന്നതിൻ്റെ മുമ്പ് ജനാസ നിസ്കാരം നിർവഹിക്കുന്നതിൻ്റെ വിധി എന്താണ്? കറാഹത്താണ്. കഫൻ ചെയ്യുന്നതിന് മുമ്പ് ജനാസ നിസ്കാരം നിർവഹിക്കുന്നത് കറാഹത്താണ്. അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതുന്നതിൻ്റെ വിധി ഹറാമാണ്. ഖുതുബ അറബി അല്ലാത്ത ഭാഷയിൽ ഓതൽ ഹറാമാണ്. വെള്ളിയാഴ്ച സൃഷ്ടിക്കപ്പെട്ട നബി ആരായിരുന്നു? ആദം അലൈഹിസ്സലാമാണ് വെള്ളിയാഴ്ച സൃഷ്ടിക്കപ്പെട്ട നബി. സ്ത്രീകൾക്ക് നിസ്കാരത്തിന് ഏറ്റവും ഉത്തമമായ സ്ഥലം ഏത്? അവർക്ക് വീടാണ്. സ്ത്രീകൾക്ക് വീടാണ് ഏറ്റവും ഉത്തമമായ സ്ഥലം. അപ്പോൾ വീട് എന്ന് എഴുതാം. അടുത്തത്, മയ്യിത്ത് മറമാടുന്നത് വരെ ജനാസ കർമ്മങ്ങളിൽ പങ്കെടുത്തവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? 2 കീറാത്താണ്. 2 കീറാത്ത് പ്രതിഫലം ലഭിക്കും. 2 കീറാത്ത് എന്ന് എഴുതിയ 1 കീറാത്ത് 1 ഉഹുദ് മലയോളം പ്രതിഫലമാണ്. 2 കീറാത്ത് എന്ന് പറഞ്ഞാൽ 2 ഉഹുദ് മലയോളം പ്രതിഫലം. മനസ്സിലാക്കുക. അടുത്ത ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ഇമാമിൻ്റെ ചലനങ്ങൾ മഅ്മൂം എങ്ങനെ അറിയും? ഇമാമിൻ്റെ ചലനങ്ങൾ മഅ്മൂം എങ്ങനെയാണ് അറിയുക? ഇമാമിനെ കാണൽ കൊണ്ടോ, മുന്നിലുള്ള സഫുകളെ കാണൽ കൊണ്ടോ, ഇമാമിൻ്റെ ശബ്ദം കേൾക്കൽ കൊണ്ടോ ഇമാമിൻ്റെ ചലനങ്ങൾ മഅ്മൂം അറിയും. മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ഇനി ജുമുഅയിൽ 2-ാം റക്അത്തിലെ റുക്കൂഇന് ശേഷം ഇമാമിനെ തുടർന്നവന് എന്ത് ചെയ്യണം? ജുമുഅയുടെ നിയ്യത്ത് ചെയ്ത് തുടരുകയും ഇമാമിൻ്റെ സലാമിന് ശേഷം ളുഹറായി പൂർത്തീകരിക്കുകയും വേണം. ജുമുഅയുടെ നിയ്യത്ത് ചെയ്തുകൊണ്ട് ആ നിസ്കാരത്തിൽ തുടരുകയും ഇമാമിൻ്റെ സലാമിന് ശേഷം ളുഹറായി പൂർത്തീകരിക്കുകയും വേണം. അടുത്തത്, ജീവനില്ലാതെ ജനിച്ച കുട്ടിക്ക് മനുഷ്യരൂപമില്ലെങ്കിൽ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യണം? എന്തെല്ലാം കർമ്മങ്ങളാണ് ചെയ്യേണ്ടത്? ഒരു തുണിയിൽ പൊതിഞ്ഞ് മറമാടൽ സുന്നത്താണ്. അതിന് വേറെ കർമ്മങ്ങളൊന്നും ചെയ്യേണ്ട
അത് ഒരു തുണിയിൽ പൊതിഞ്ഞ് മറമാടൽ സുന്നത്താണ്. മനസ്സിലാക്കുക. ഇവിടെ ചോദ്യം മനസ്സിലാക്കണം. ജീവനില്ലാതെ ജനിച്ച മനുഷ്യരൂപമില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ജീവനില്ലാതെ ജനിച്ച മനുഷ്യരൂപമുണ്ടെങ്കിൽ എല്ലാ കർമ്മങ്ങളും ചെയ്യണം. ഇവിടെ മാംസപിണ്ഡമാണോ രക്തപിണ്ഡമോ ആണ്, അത് ഒരു തുണിയിൽ പൊതിഞ്ഞ് മറമാടിയാൽ മാത്രം മതി. മനസ്സിലാക്കാം. അടുത്തത്, കഠിന രോഗം കൊണ്ട് വിഷമിക്കുന്നവൻ ദുആ ചെയ്യണമെന്ത്. എന്താണ്? അല്ലാഹുമ്മ ഹീനി മാ കാനത്തിൽ ഹയാത്തു ഹൈറല്ലി വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഹൈറല്ലി. എനിക്ക് ജീവിതം ഹൈറാക്കുകയാണെങ്കിൽ എന്നെ ജീവിപ്പിക്കണമേ, എനിക്ക് മരണമാണ് ഹൈറെങ്കിൽ എന്നെ മരിപ്പിക്കണമേ എന്ന് മനസ്സിലാക്കുക. അടുത്തതെന്താണ്? മയ്യിത്ത് നിസ്കാരത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു? എന്താണ് പറഞ്ഞത്? 100 മുസ്ലിങ്ങൾ ഒരു മയ്യിത്തിന് ശുപാർശ ചെയ്തുകൊണ്ട് നിസ്കരിച്ചാൽ അവരുടെ ശുപാർശ സ്വീകരിക്കപ്പെടാതിരിക്കില്ല. ഒരു മയ്യിത്തിന് വേണ്ടി 100 പേര് ശുപാർശ ചെയ്തുകൊണ്ട് നിസ്കരിച്ചാൽ അവരുടെ ശുപാർശ സ്വീകരിക്കപ്പെടാതിരിക്കില്ല. മനസ്സിലാക്കുക. അടുത്തെന്താണ്? ജുമാക്ക് അദാൻ വിളിക്കണം. എപ്പോഴല്ല? ജുമാക്ക് 2 അദാനാണുള്ളത്. ഒന്ന്, ആദ്യ അദാൻ ളുഹർ ബാങ്കിൻ്റെ സമയത്തും രണ്ടാമത്തേത് ഖത്തീബ് മിമ്പറയിൽ കയറിയതിന് ശേഷവും. മനസ്സിലാക്കുക. ആദ്യത്തെ അദാന് ളുഹർ ബാങ്കിൻ്റെ സമയത്തും രണ്ടാമത്തെ അദാന് ഖത്തീബ് മിമ്പറയിൽ കയറിയതിന് ശേഷവുമാണ്. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവന് നിസ്കാരമില്ല. ആർക്കാണ് നിസ്കാരമില്ലാത്തത്? അദാൻ കേട്ടിട്ടും മതിയായ കാരണമില്ലാതെ ജമാഅത്തിന് പങ്കെടുക്കാത്തവന് നിസ്കാരമില്ല. അദാൻ കേട്ടിട്ടും മതിയായ കാരണമില്ലാതെ ജമാഅത്തിന് പങ്കെടുക്കാത്തവന് നിസ്കാരമില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവന് നിസ്കാരമില്ല എന്ന് പറഞ്ഞത്. മുഹമ്മദ് ബിൻ ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ പൊള്ളിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മന്ത്രിച്ചത് എന്ത്? എന്തായിരുന്നു മന്ത്രിച്ചത്? അദ്ഹബിൽ ബഅസ റബ്ബൻ നാസി ഇഷ്ഫി അൻത ഷാഫി ലാ ഷാഫിയ ഇല്ലാ അൻത. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മന്ത്രിച്ചത്. അപ്പോൾ ആ ഭാഗത്തൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. ഉമ്മ മകനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ പാഠഭാഗം നന്നായി മനസ്സിലാക്കി പഠിക്കാം. അടുത്തതെന്താണ്? 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കണം. ജംഉസ്സലാത്ത്, നിസ്കാരം ആക്കുന്നതിനെ കുറിച്ചിട്ടാണ് 5 വരിയിൽ കുറയാതെ എഴുതേണ്ടത്. ഹലാലായ 132 കിലോമീറ്റർ കുറയാത്ത ദൈർഘ്യമുള്ള അനുവദനീയമായ യാത്രയിൽ കസ്റും ജംഉം അനുവദനീയമാണ്. കസ്റാക്കാൻ പറ്റുന്ന യാത്രയിൽ ജംഉം അനുവദനീയമാണ്. ളുഹർ, അസർ എന്നിവയും മഗ്രിബ്, ഇശാ എന്നിവയും പരസ്പരം മുന്നോട്ടും പിന്നോട്ടും ആക്കാം. അസറിനെ മഗ്രിബിലേക്കോ ഇശാഇനെ സുബ്ഹിലേക്കോ സുബ്ഹിനെ ളുഹറിലേക്കോ ആക്കാൻ പറ്റുന്നതല്ല. മുന്തിച്ച് ആക്കുന്നതിന് 5 ഷർത്തുകളുണ്ട്. ഒന്നാമത്തെ, നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് ജംഇൻ്റെ നിയത്ത് ചെയ്യുക. തർത്തീബായി ചെയ്യുക, തുടരെ ചെയ്യുക. രണ്ടാമത്തെ നിസ്കാരം തുടങ്ങുന്നത് വരെ യാത്രയിലായിരിക്കുക. ഒന്നാമത്തെ നിസ്കാരം സ്വഹിയാവുക. ഒന്നാമത്തെ നിസ്കാരം ബാത്തിലാണെന്ന് ഉറപ്പായാൽ രണ്ടും മാറ്റി നിർവഹിക്കണം. പിന്തിച്ച് ആക്കുന്നതിന് 2 ഷർത്തുകളാണുള്ളത്. ഒന്നാമത്തെ നിസ്കാരത്തിൻ്റെ സമയത്ത് ജംഇൻ്റെ നിയത്ത് ചെയ്യുക. രണ്ടാമത്തെ നിസ്കാരം അവസാനിക്കുന്നതുവരെ യാത്രയിലാവുക. ഒന്നാമത്തെ നിസ്കാരത്തിൽ ജംഇനെ നിയത്ത് ചെയ്യലും തർത്തീബ് പാലിക്കലും തുടരെ ചെയ്യലും പിന്തിച്ച് ആക്കുന്നതിൻ്റെ സുന്നത്തുകളാണ്. അപ്പോൾ ജംഉൽ സ്വലാ എന്നതിൽ നമുക്ക് അത്ര എഴുതി പൂരിപ്പിക്കാം. അപ്പോൾ 4ാമത്തെ പാഠമാണ്. അത് നന്നായി മനസ്സിലാക്കി പഠിക്കുക. കസ്റിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. 2 എഴുതാൻ വരും. ജംഉം കസ്റും എഴുതാൻ വന്നാലും ആ രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. അടുത്തതെന്താണ്? രോഗിയെ സന്ദർശിക്കുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ചിട്ടാണ് 5 വരി കുറയാതെ എഴുതേണ്ടത്. എന്താ എഴുതാം നമുക്ക്? രോഗി സന്ദർശനം സാമൂഹ്യ ഉത്തരവാദിത്തമാണ്. അത് പരലോകത്തെ ഓർമ്മിപ്പിക്കും, സ്നേഹബന്ധം ഊഷ്മളമാക്കും, ഹൃദയത്തെ ലോലമാക്കും,
ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള 7 കടമകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗസന്ദർശനത്തെ എണ്ണിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, രോഗിയെ സന്ദർശിക്കുന്നവർ അവിടെ നിന്ന് മടങ്ങുന്നതുവരെ സ്വർഗത്തിലാണ്. അത് രാവിലെയാണെങ്കിൽ വൈകുന്നേരം വരെയും വൈകുന്നേരമാണെങ്കിൽ രാവിലെ വരെയും 70,000 മലക്കുകൾ അവന് പാപമോചനം തേടും. അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർഷിൽ അലീം അൻ യശ്ഫിയക എന്ന് 7 തവണ ദുആ ചെയ്യൽ സുന്നത്തുണ്ട്. രോഗിയോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടലും സുന്നത്താണ്. പുരുഷൻ അന്യ സ്ത്രീയെ സന്ദർശിക്കലും സ്ത്രീ അന്യ പുരുഷനെ സന്ദർശിക്കലും ഹറാമാണ്. രോഗി മരണാസന്നനാണെങ്കിൽ കടങ്ങളും മറ്റ് ഹക്കുകളും വീട്ടാൻ ഓർമ്മിപ്പിക്കുകയും തൗബയ്ക്ക് വസിയത്തിനും പ്രേരിപ്പിക്കുകയും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ രോഗി സന്ദർശനത്തെ കുറിച്ചിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ ഇതൊക്കെ പാഠഭാഗത്തിൻ്റെ അവസാനത്തിൽ വരുന്ന തഹ്സീസാണ്. അപ്പോൾ ഓരോ പാഠത്തിൻ്റെയും തഹ്സീസുകൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കണം. നമ്മൾ മുമ്പ് റിവിഷൻ ചെയ്തതൊക്കെ വീഡിയോസൊക്കെ എല്ലാവരും ഉപകാരപ്പെടുത്തുക. ഓരോ പാഠത്തിൻ്റെയും തഹ്സീസ് വരുന്നത് മനസ്സിലാക്കി പഠിക്കുക. ഇതുപോലെ 5 വരെ കുറയാതെ എഴുതാൻ വരൽ ആ തഹ്സീസുകൾ തന്നെ ആയിരിക്കും ഓരോ പാഠത്തെക്കുറിച്ചിട്ടുള്ള. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, എല്ലാവരും ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.